India! 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 ഇന്ത്യ ന്യൂസിലാൻഡ് പോരാട്ടം തുടങ്ങാൻ ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ത്യൻ സ്കൂളുകളിൽ നിന്ന് കൂട്ടത്തോടെ വിദ്യാർത്ഥികൾ ഇന്ത്യക്ക് പിന്തുണ നൽകാൻ എത്തിയിട്ടുണ്ട്. എന്താ പേര്? എൻ്റെ പേര് സൗപർണിക. എങ്ങനെയാണ് ഈ മത്സരത്തിന്റെ ആവേശത്തെ കാണുന്നത്? ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതേപോലൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അതായത് ഞാൻ വന്നിട്ട് ഈ സ്കൂളിൽ വന്നിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അതിന്റെ വലിയൊരു സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്ത്യ എത്രമാത്രം മുന്നേറും? എങ്ങനെ വിജയിക്കും? ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട്. ജയിച്ചാലും തോറ്റാലും ഞങ്ങളെ സപ്പോർട്ടാണ്, കട്ട സപ്പോർട്ട്. ഇന്ത്യക്ക് സപ്പോർട്ടാണ്. അതെ, ഇന്ത്യ വിട്ട് കളിയില്ല. അടിപൊളിയായിരിക്കും വിചാരിക്കുന്നത്. നമ്മളെ ടീം ഇപ്പോൾ ഏറ്റവും അടിപൊളി ഫോമിലാണ്, അടിപൊളി ബാറ്റിംഗ് ലൈനപ്പാണ്. അപ്പം നല്ലൊരു ഔട്ട്കം പ്രതീക്ഷിക്കാം. നമ്മളെ മലയാളി 2 ഓൾറൗണ്ടർമാർ ഇറങ്ങുന്നു. അവരുടെ കളിയെ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? കാണാം എങ്ങനെ ഉണ്ടാവുന്നത്. അവർ ടീം ലെവലിൽ ഉണ്ടോയെന്ന് ഐ എം നോട്ട് ഷുവർ. എന്തായാലും കാണാം. ഇന്നത്തെ കളീനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ തന്നെയാണ് ഫേവറേറ്റ്സ്. ഈവൺ ഈ ഹോൾ വേൾഡ് കപ്പ് എടുക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ കഴിഞ്ഞാൽ സെക്കൻഡ് ഫേവറേറ്റ് ടീം ഇന്ത്യ തന്നെയാണ്. അപ്പോൾ ന്യൂസിലാൻഡിനെതിരെ ഒരു ഈസി വിന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ. കാരണം നമ്മൾ 2 വാമപ്പ് മാച്ചസ് കളിച്ചു, 2ഉം ഈസി ആയിട്ട് ജയിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു ഡോമിനൻസ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പഴയ ന്യൂസിലാൻഡ് അല്ല ഇപ്പോഴത്തെ ന്യൂസിലാൻഡ് എന്ന് തോന്നുന്നുണ്ടോ? ന്യൂസിലാൻഡ് ടീമിനെ പറ്റി ആക്ച്വലി എനിക്ക് അത്രയൊരു ഡീപ്പായിട്ടുള്ളതല്ല. കാരണം നമ്മൾ കൂടുതൽ ഫോളോ ചെയ്യുന്ന ടീംസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്. ബട്ട് എന്ത് തന്നെയായാലും ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ന്യൂസിലാൻഡ് ഒരു എതിരാളിയാവാനുള്ള ചാൻസ് ഇല്ല. ഈ ഗ്രൂപ്പിൽ ഇന്ത്യക്ക് മെയിനായിട്ട് വരുന്നത് പിന്നെ ഓസ്ട്രേലിയയാണ്, പിന്നെ സെക്കൻഡായിട്ട് വരുന്നത് പാകിസ്ഥാൻ. അത് രണ്ടുമാണ് ഇന്ത്യ. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ ഒരു കളി കഴിഞ്ഞു, ബംഗ്ലാദേശിൻ്റെ ഒരു കഴിഞ്ഞു, 2ഉം ജയിച്ചു. എങ്ങനെയാണ് ആ കളികളെ ധനേഷ് നോക്കി കാണുന്നത്? അതൊക്കെ എന്ന് വെച്ചാൽ പാകിസ്ഥാൻ്റെ അതൊക്കെ 1 സൈഡഡ് വിന്നായിരുന്നു. ഇന്നലെ ജസ്റ്റ് 116 അവർ ടോട്ടൽ പോസ് ചെയ്തിട്ടും മറ്റവരെ കൊണ്ട് പിന്നെ പെട്ടെന്ന് സ്കോട്ട്ലാൻഡിനെതിരായിരുന്നു. അല്ല, ബംഗ്ലാദേശ് വേഴ്സസ് സ്കോട്ട്ലാൻഡ്. അത് ബംഗ്ലാദേശിൻ്റെതും പിന്നെ അവരെ ഫസ്റ്റ് ആക്ച്വലി ഇത് ഹോസ്റ്റ് കൺട്രി ഇതിൻ്റെ ബംഗ്ലാദേശിനാണ് സ്റ്റിൽ. അപ്പോൾ അതുകൊണ്ടായിരുന്നു അവരെ ഫസ്റ്റ് മാച്ച്. അതും അവർ ഈസി ആയിട്ട് ജയിച്ചു. ഇനിയിപ്പോൾ ഇന്ന് ഇന്ത്യൻ്റെതും ഈസി തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബട്ട് ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ, ഈവൺ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ സൺഡേ നടക്കുന്ന മാച്ച്, അത് രണ്ടും ടഫായിരിക്കും. അതിലേക്ക് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിരിക്കും ഇന്നത്തെ കളി എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും 2 വാമപ്പ് മാച്ചസ് ജയിച്ചു. ഈ ഒരു മാച്ചും കൂടി ജയിക്കുകയാണെങ്കിൽ ഇന്ത്യ പിന്നെ നല്ല കോൺഫിഡൻസോട് കൂടിയാണ് ഇന്ത്യ അടുത്ത മാച്ചിലേക്ക് പോകുന്നത്. 2 മലയാളി ഓൾറൗണ്ടർമാർ ഇറങ്ങുന്നു എന്നുള്ള പ്രതീക്ഷ കൂടിയുണ്ട്. എങ്ങനെയാണ് അവരുടെ കളീനെ നോക്കി കാണുന്നത്? തീർച്ചയായിട്ടും അവരെ വലിയ പ്രതീക്ഷയാണ്. വളരെ സന്തോഷകരമുണ്ട് 2 മലയാളികൾ ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതിൽ ഹോപ്പ്ഫുള്ളി 2 പേരും ഇന്ന് കളിക്കാനുള്ള ചാൻസ് ഇട്ടിട്ട് പ്ലേയിങ് ലെവലിൽ ഉണ്ടാവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എന്താ പറയാനുള്ളത്? എത്ര റൺസിന് ജയിക്കും ഇന്ത്യ? 100 നോക്കിക്കോ. 100 റൺസ് നോക്കിക്കോ. അപ്പൊ ന്യൂസിലാൻഡോ? അവരെത്ര റൺസ് എടുക്കും? 0. അത്രയും ഏകപക്ഷീയമായിട്ടായിരിക്കും ഇന്ത്യയുടെ പെർഫോമൻസ്. എന്റെ പേര് ഫാത്തിമ. ഭയങ്കര ആത്മവിശ്വാസത്തിലാണ്. ന്യൂസിലൻഡ് 0-ന് ഓൾ ഔട്ട് ആവുന്നാണ് പറയുന്നത്. എന്തായാലും അത്രയും ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യക്ക് ആവേശം പകരാനായി ഈ വിദ്യാർത്ഥികൾ എത്തിയിട്ടുള്ളത്. ഇന്ത്യ നന്നായിട്ട് ഇന്ന് പെർഫോം ചെയ്യും എന്നാണ് വിലയിരുത്തുന്നത്. അത് ആദ്യമായിട്ടാണ് കാണാൻ വരുന്നത്. ദുബായിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിയൊരു സന്തോഷം, അതുകൊണ്ട് കാണാൻ വന്നു. ബംഗ്ലാദേശിൽ നടക്കേണ്ട കളിയാണ്. തീർച്ചയായിട്ടും അത് ഇങ്ങോട്ട് മാറ്റി കിട്ടുവാണ് സന്തോഷം. ഇവിടുത്തെ പ്രവാസികൾക്കൊക്കെ ഇത് കാണാനും ആസ്വദിക്കാനുള്ള. തീർച്ചയായും പ്രവാസികളാണ് കൂടുതലായിട്ടും ഇത് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇപ്പോൾ ഞായറാഴ്ച ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടമാണ്. അന്നും സുകേഷ് എത്തുമോ? അന്ന് അൺഫോർച്യുനേറ്റ്ലി എത്താൻ പറ്റത്തില്ല, ഡ്യൂട്ടി ഉണ്ട്. ഫൈനലിൻ്റെ ടിക്കറ്റ് ഓൾറെഡി എടുത്ത് ഫൈനലിൽ ഇന്ത്യ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫൈനൽ ടിക്കറ്റ് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഇന്ന് ഇന്ത്യ ന്യൂസിലാൻഡ് മാച്ച് നമ്മൾ നല്ല രീതിയിൽ ഇന്ന് ജയിക്കും, നല്ല സ്കോറ്. ഇതുവരെയുള്ള വിലയിരുത്തലിൽ ന്യൂസിലാൻഡ് എത്രമാത്രം ഭീഷണിയായിരിക്കും ഇന്ത്യക്ക്? അല്ല, ഇന്നത്തെ മാച്ച് എനിക്ക് തോന്നുന്നില്ല ഭീഷണിയായിരിക്കുമെന്ന്. ഇന്ന് നല്ല വൃത്തിയായി പെർഫോം ചെയ്യും ഇന്ത്യ. എന്തായാലും ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യൻ ആരാധകർ. അവർ കളി ആസ്വദിക്കാനായി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് അല്പസമയത്തിനകം പ്രവേശിച്ചു തുടങ്ങും. യാസിർ അറഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1 ദുബായ്.